നിലമ്പൂരിലൂടെ കേരള രാഷ്ട്രീയത്തിൽ തീർച്ചപ്പെടുത്താൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതായത് ഭരണപക്ഷത്ത് നിന്ന് തന്നെ നോക്കാം. കേരളത്തിലൊരു തുടർഭരണത്തിന് വേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന LDFന് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തും. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള രീതിയിലാണ് CPM നയിക്കുന്ന LDF സംഘടന മുമ്പോട്ട് ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 4ാം വാർഷിക ആഘോഷം അതിഗംഭീരമായി നടത്തി. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും എല്ലാം എത്തുന്നത്. അങ്ങനെ കേരളത്തിൽ 3ാമതും അധികാരത്തിലെത്താം എന്നുള്ള ഒരു അമിത പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. CPMൽ നിന്ന് തന്നെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ച് 2 തവണ അൻവറാണ് CPMനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ വേളയിൽ നിലമ്പൂരിലെ വോട്ട് ഏത് തരത്തിൽ മാറും എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ, പിണറായി വിരുദ്ധ തരംഗം ഉണ്ടോ എന്നുള്ളതറിയും. 2, CPMനെയും പിണറായിയെയും വെല്ലുവിളിച്ചിറങ്ങിയ അൻവറിൻ്റെ ഭാവി ഏത് തരത്തിലായിരിക്കും? അൻവറിനെ ഇപ്പോൾ UDF മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ മുറ്റത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവർ. വീട്ടിൽ അകത്തേക്ക് കയറ്റാൻ കൊള്ളാവുന്നവനാണോ എന്ന് UDF ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്ക് വരുന്നവരെ ഈ ഓരോ ഗ്രേഡ് അനുസരിച്ച് നിർത്തുമല്ലോ. ചിലർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കും, ചിലരെ മുറ്റത്ത് നിർത്തും, ചിലരെ സിറ്റ് ഔട്ടിൽ, ചിലരെ നമ്മുടെ സ്വീകരണ മുറിയിൽ വിളിച്ചിരുത്തും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അൻവറിനെ നിർത്തിയിരിക്കുന്നത് മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. മുറ്റത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സുധാകരൻ പറയുന്നുണ്ട് കയറ്റി വിടാമെന്ന്. VD സതീശൻ അകത്ത് കയറിയാൽ കാൽമുട്ട് തല്ലി ഓടിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയുമുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ അത്ര വലിയൊരു കേമനെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അദ്ദേഹം ഒട്ട് അവകാശപ്പെടുന്നുമില്ല. മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പിൻബലമാണ് അൻവറിനുള്ളത്. അതിൽ മാത്രം സമ്പന്നൻ, അല്ലാതെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സമ്പന്നനല്ല എന്നുള്ളതാണ്. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? 3ാമത്തെ കാര്യമാണ് അതിപ്രധാനം. അതായത് UDFൻ്റെ സ്ഥിതി ഏത് തരത്തിലായിരിക്കും? കേരളത്തിൽ 3ാമതും ഇനി കോൺഗ്രസ് നയിക്കുന്ന UDFന് പ്രതിപക്ഷമായിട്ട് ഇരിക്കേണ്ടി വരുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടില്ലാണ് ഇവർക്ക്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിന് അതങ്ങോട്ട് മുമ്പോട്ടിനെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരു തവണ പോലും ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഭരണമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന ലോകത്തെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്ക് 10 വർഷം വരെ ഇല്ലാതിരിക്കുന്നു. പിന്നെ 5 വർഷം കൂടി ആയാൽ കഴിഞ്ഞാൽ ഭ്രാന്തല്ല, ആ ലീഗ് എന്ന് പറയുന്നതിന് അവരെന്തെങ്കിലുമൊക്കെ കാണിക്കും കേരളത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി അവിടെ ഒരു വിജയമുണ്ടായാൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പച്ചക്കൊടി പാറിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് നിലമ്പൂർ മാറും. അതിന് ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമോ എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും കൂടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്വരാജിന് മേൽ മുസ്ലിം ലീഗിലെ KM ഷാജി പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ രാജ്യത്ത് ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ അതിനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കഴിഞ്ഞപ്പോൾ ഈ സ്വരാജ് എന്ന് പറയുന്ന പുങ്കവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യമുണ്ടോ, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ ദേശവിരുദ്ധമായ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്വരാജിന് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അതിന് വ്യക്തമായ മറുപടി സ്വരാജ് നിലമ്പൂരിൽ കൊടുക്കുമോ എന്ന് KM ഷാജി ചോദിക്കുന്നു. KM ഷാജിയുടെ ചോദ്യം അർത്ഥവത്താണ്.
കെ എം ഷാജി തന്നെ പറയുന്നുണ്ട്, സ്വരാജ് ആദ്യം പോയി വി എസ് അച്യുതാനന്ദന്റെ കാല് പിടിക്കൂ. വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി. അതുപോലെ അല്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അടുക്കൽ പോയി അദ്ദേഹം മനസ്സിലെങ്കിലും ഓർക്കുക, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിരക്കുക. വി എസ് അച്യുതാനന്ദന് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം, അതുപോലെ തന്നെ അദ്ദേഹം പിതൃശൂന്യനാണ് എന്ന് വരെയല്ലേ സ്വരാജ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാം പരിഹാരം വി എസിനെ പോയി കാണുക എന്നുള്ളതെന്നാണ് കെ എം ഷാജി പറയുന്നത്. ഈ കെ എം ഷാജിയുടെ പല ചോദ്യങ്ങളും വലിയ അസ്ത്രത്തിൻ്റെ മുനയുള്ള വാക്കുകളാണ്. അതിന് സ്വരാജിന് ഒരുപക്ഷെ മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർക്ക് അത് തീർച്ചപ്പെടുത്താനുള്ള അവകാശവും കൂടി ഉണ്ടെന്നുണ്ട്. നിലമ്പൂരുകാരനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ സ്വദേശം നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കുളനടയിലാണ്. പിന്നീട് ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നെല്ലാം ധാരാളം കുടിയേറ്റം മലബാർ ഭാഗങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അക്കൂട്ടത്തിൽ വന്നവർ തന്നെയാണ്. അപ്പോൾ സ്വരാജ് നിലമ്പൂരുകാരനായിരിക്കാം. 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്തി 2021 തിരിച്ച് കെ ബാബു മധുരപ്രതികാരം വീട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ നിലമ്പൂർ മണ്ഡലം നിലനിർത്താമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ അതിനോടൊപ്പം പലർക്കും ഒരു സംശയമുള്ളത്, പിണറായി വിജയൻ ഇറക്കിയതാണ് സ്വരാജിനെ, അതിനകത്ത് എന്തെങ്കിലും സംശയത്തിന് വകയില്ലേ? അതായത് യുവതരയിൽ നിന്ന് ആരും ഇനി അങ്ങോട്ടേക്ക് കയറി വരാൻ അനുവദിക്കത്തില്ല പിണറായി വിജയൻ. കാരണം മരുമകൻ്റെ റൂട്ട് വളരെ സുതാര്യമാക്കണം. അതിനുവേണ്ടിയാണ് 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ പല വമ്പന്മാരെയും വെട്ടിവീഴ്ത്തിയത്. തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ. ശൈലജ ജയിച്ചു വന്നുവെങ്കിലും മന്ത്രിയുമാക്കിയിട്ടില്ല. അപ്പോൾ അതിനുള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വരാജിനെ നിലമ്പൂരിൽ മനഃപൂർവ്വം തോൽപ്പിക്കാൻ തന്നെ കൊണ്ട് ഇറക്കിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒതുക്കണമെങ്കിൽ അത് ഒതുക്കാനും തോൽപ്പിക്കണമെങ്കിൽ അത് തോൽപ്പിക്കാനും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പലതരത്തിലുള്ള കാർഡുകളും ഇറക്കും. അതൊക്കെ ഒന്നും അസ്ഥാനത്തായി പോകാറില്ല. വേണ്ട തരത്തിൽ അത് വിജയിക്കുകയും ചെയ്യും. അതായിരിക്കും ഒരുപക്ഷെ നിലമ്പൂരിലും കാണാൻ പോകുന്നത്. എന്തായാലും നിലമ്പൂരിൽ ഈ പറയുന്നത് പോലെ 2-3 പേരുടെ ഒരു ഭാവി തന്നെയായിരിക്കും തീർച്ചപ്പെടുത്തുന്നത്. LDF തുടർഭരണം ഉണ്ടാകുമോ എന്നിവിടെ അറിയാം. ചേലക്കരയിൽ LDF വോട്ട് കുറവ് സംഭവിച്ചു. അത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 2021 രാധാകൃഷ്ണൻ 40,000-ലധികം വോട്ടിന് ജയിച്ചു എങ്കിൽ ഇക്കുറി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രദീപ് 12,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. UDF സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവരുടെ നിലനിൽപ്പ് തന്നെ ഇവിടെ നിന്നായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ UDF തീരും, കോൺഗ്രസും തീരുന്ന ലക്ഷണമായിരിക്കും ഉണ്ടാവുക.